Good morning to all. Welcome to Bosco Campus Vision, the official YouTube channel of Don Bosco College, Kottayam. This is Asha SP, Assistant Professor, PG Department of Commerce. So let's begin with today's class. In the last class, we have discussed about the residential status and tax liability. So we dealt with basic conditions as well as additional conditions and the residential status of individual, HUF, firm, AOP, every other person and company. So today we are going to deal with the term incidence of tax. So what do you mean by the term incidence of tax? As we all know that the residential status, the tax liability of a person depends upon the residential status of an individual. So here comes the term incidence of tax. Incidence of tax means the scope of total income. That means ഒരു SSC അയാൾക്ക് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ റിസീവ് ചെയ്ത ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം. ഓക്കെ, സോ ആ ഇൻകത്തിൽ അയാളുടെ ഏതൊക്കെ ഇൻകം വരും എന്നാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, so as we all know that the residential status of individual can be classified into three: resident, not ordinary resident and non-resident. So incidence of tax ന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മൂന്ന് ക്ലാസിഫിക്കേഷൻ ആയിട്ട് അസസ് ചെയ്തിരിക്കുക. ഓക്കെ, നിങ്ങൾക്കെല്ലാം ഇവിടെ ഒരു ടേബിൾ കാണാം. സോ അതിൽ we have 4 columns. First one is nature of income. Second one is the second, third, fourth columns are the residential status of an assessee. Okay, whether he is a resident, not ordinary resident, non-resident. അപ്പോൾ ഇതില് ഒരു assessee അയാൾ റെസിഡന്റ് ആകുമ്പോൾ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകുമ്പോൾ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം, നോൺ റെസിഡന്റ് ആകുമ്പോൾ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം. Okay, so let's begin with the first point: income received or deemed to be received in India. Okay, so income received or deemed to be received in India. What do you mean by that? Income received in India. നമുക്കറിയാം, ഇന്ത്യയിൽ റിസീവ് ചെയ്ത ഇൻകത്തിന് ഒരു അസസി റെസിഡന്റ് ആകുമ്പോഴും ടാക്സ് അടയ്ക്കണം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആകുമ്പോഴും ടാക്സ് അടയ്ക്കണം, നോട്ട് റെസിഡന്റ് ആകുമ്പോഴും ടാക്സ് അടയ്ക്കണം. അതാണ് ഈ മൂന്ന് കോളത്തിൽ ടാക്സബിൾ എന്ന് മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഓർ ഡീംഡ് ടു ബി ഇൻകം റിസീവ്ഡ് നമുക്കറിയാം ഇന്ത്യയിൽ റിസീവ് ചെയ്യുന്ന ഇൻകം. ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഡീംഡ് ടു ബി റിസീവ് അത് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയതുപോലെ കണക്കാക്കും. ഫോർ എക്സാമ്പിൾ, പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ, സോ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഇൻകം നമുക്ക് ചിലപ്പോൾ നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ആ ഇൻകം തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, സോ ആ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഇൻകം നമുക്ക് ഇന്ത്യയിലെ ഇൻകത്തിനാണ് നമ്മൾ റിസീവ് ചെയ്തത്. മേ ബി നമ്മൾ ഇന്ത്യക്ക് പുറത്ത് നിൽക്കുമ്പോഴായിരിക്കും ഈ ഇൻകം നമുക്ക് റിസീവ് ചെയ്യുന്നത്. സോ പക്ഷേ എന്നിരുന്നാൽ പോലും അത് നമുക്ക് ഏത് ഇൻകത്തിനാണ് അല്ലെങ്കിൽ എവിടെ വർക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇൻകത്തിനാണ് നമുക്ക് ആ പ്രൊവിഡന്റ് ഫണ്ടിന്റെ എമൗണ്ട് കിട്ടുന്നത്, ഇന്ത്യയിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഇൻകം ഇന്ത്യയിൽ കിട്ടിയെന്ന് ഇന്ത്യയിൽ തന്നെയാണ് നമുക്ക് കിട്ടിയെന്ന് കണക്കാക്കപ്പെടാം. അതാണ് deemed to be received in India. Okay, so the first point is income received or deemed to be received in India. It is taxable for when an assessee becomes resident, not ordinary resident, non-resident. Okay, income received or deemed to be received in India. And the second one is income accrue or arise in India. Income accrue or arise in India. Okay, income accrue or arise. The term accrue or arise means originated in India. ആ ഇൻകം എവിടെ ആയിരിക്കും ഒറിജിനേറ്റ് ചെയ്യേണ്ടത്? ഇന്ത്യയിലായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ വർക്ക് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇന്ത്യയിൽ വർക്ക് ചെയ്യായിരുന്നു, അതിനെനിക്ക് കുറച്ച് സാലറി കിട്ടാനുണ്ട്. ഇപ്പൊ ഞാൻ ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് എങ്കിൽ അപ്പൊ ഈ സാലറി എനിക്ക് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ ആ ഇൻകം ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തതെന്ന് നമുക്ക് കണക്കാക്കപ്പെടാം. ഓക്കെ, സോ it must be taxable for resident, not ordinary resident and non-resident. The third one is income
deemed to be accrue or arise in India. For example, ഞാൻ ഇന്ത്യക്ക് പുറത്ത് നിൽക്കുന്ന ഒരാളാണ്, ബട്ട് എനിക്ക് ഇന്ത്യയിൽ ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അതിൽ നിന്ന് ആ ഹൗസ് പ്രോപ്പർട്ടി ഞാൻ റെന്റിന് കൊടുത്തേക്കുവാണെന്നുണ്ടെങ്കിൽ ആ ഇൻകം ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ആ ഇൻകം ഞാൻ എവിടെയോ റിസീവ് ചെയ്തോട്ടെ, whether it is inside India or outside India, but the income is originated in India. So അതിനെയാണ് നമ്മൾ deemed to accrue or arise in India എന്ന് വിളിക്കുന്നത്. So it must be taxable when an assessee becomes resident, not ordinarily resident and non-resident. Then next one is income accruing or arising outside India from a business controlled or a profession set up in India. Okay, so ഒന്നുകൂടെ പറയാം, income accruing or arising outside India. The point is outside India, but from a business controlled or a profession set up in India. Okay, but ആ ഇൻകം അല്ലെങ്കിൽ ആ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷൻ എവിടെയാണ് നമ്മൾ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യയിലാണ് എങ്കിൽ, ബട്ട് the income must be received outside India. Okay, ആ ബിസിനസ് ഇന്ത്യക്കകത്താണ് എങ്കിൽ it must be taxable even it is received outside India, but the control is inside India, so it must be taxable only for resident and not ordinarily resident, and it is not taxable for non-resident. Okay, so income accruing or arising outside India from a business controlled or a profession set up in India. Okay, must be taxable only for resident and not ordinarily resident. So the next one is income accruing or arising outside India from a business controlled or profession set up outside India. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഇവിടെ ഒരു വ്യത്യാസം. നേരത്തെ പറഞ്ഞതില് ഇൻകം പുറത്താണ് റിസീവ് ചെയ്യുന്നതെങ്കിലും ബിസിനസിന്റെ കൺട്രോളും മാനേജ്മെന്റും എവിടെയാണ്? ഇറ്റ് മസ്റ്റ് ബി ഇൻ ഇന്ത്യ. ദ control and management is situated in India. So ഇവിടെ രണ്ടാമത്തെ കേസ്, അതിന്റെ സെക്കൻഡ് കേസ് വരുമ്പോൾ ഇത് രണ്ടും പുറത്താണ്. ഇറ്റ് മസ്റ്റ് ബി റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് ദ ബിസിനസിന്റെ കൺട്രോൾ എവിടെയാണ്? ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഇറ്റ് ഈസ് ഓൺലി ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് റെസിഡന്റ്. ഓക്കെ, ഇവിടെ നോട്ട് ഓർഡിനറി റെസിഡന്റും നോൺ റെസിഡന്റിനും ടാക്സ് അടയ്ക്കേണ്ട, അല്ലെങ്കിൽ ആ ഇൻകം അവരുടെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇൻകം ഏൺഡ് outside India but remitted to it in earlier years but remitted to India during the previous year. Income earned during the earlier years but brought to India during the or remitted to India during the previous year. ഇന്ത്യക്ക് പുറത്ത് നമ്മൾ ഇൻകം റിസീവ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ അവിടെ ഇന്ത്യക്ക് പുറത്ത് ഇൻകം റിസീവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെ അതിന് ടാക്സ് അടയ്ക്കുന്നുണ്ടാവാം. ഓക്കെ, ബട്ട് പ്രീവിയസ് ഇയറിൽ അത് ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അത് ഇന്ത്യയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ that income is not taxable in the hands of resident, not ordinarily resident and non-resident. Okay, so ഇങ്ങനെയാണ്, ഇതിന്റെ ബേസിലാണ് അസസിയുടെ ടോട്ടൽ ഇൻകത്തിൽ ഏതൊക്കെ ഇൻകം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അസസി റെസിഡന്റ് ആവുമ്പോൾ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുമ്പോൾ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം, നോൺ റെസിഡന്റ് ആവുമ്പോൾ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് ചെയ്യണം. നമ്മളിവിടെ 6 പോയിന്റ്സ് ആണ് മൊത്തം ഡിസ്കസ് ചെയ്തത് റിഗാർഡിംഗ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ഓക്കെ, സോ അപ്പം ഇന്ന് നമ്മൾ നോക്കിയത് അബൌട്ട് ദി ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ദാറ്റ് മീൻസ് എസ്എസ്സി അയാൾ റെസിഡന്റ് ആവുമ്പോൾ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവുമ്പോൾ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം, നോൺ റെസിഡന്റ് ആവുമ്പോൾ ഏതൊക്കെ ഇൻകത്തിന് ടാക്സ് അടയ്ക്കണം. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് അബൌട്ട് ഇൻസിഡൻസ് ഓഫ് ടാക്സ്. അപ്പൊ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. സോ അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. സോ താങ്ക് യു ഓൾ വ്യൂവേഴ്സ്.